ഇപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ പ്രതികരിക്കാനുള്ളത്? സംഘടനകൾ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ സിനിമാ മേഖലയിലും മറ്റുള്ള എല്ലാ മേഖലയിലും സംഘടനകളുണ്ട്. സംഘടനകൾ പലപ്പോഴും അതിലുള്ള മെമ്പേഴ്സിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയേക്കുന്നത്. ആ സംഘടനയിലൂടെ അവരുടെ പ്രവർത്തനം മികവ് പുലർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വെൽഫെയർ കാര്യങ്ങളായാലും എല്ലാം ആ സംഘടനയിലൂടെ വരാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഒരുപാട് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. മെയിൻ സംഘടനകളൊക്കെ അമ്മ, ഫെഫ്ക, പിന്നെ വേറെ മാക്ട, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ നമുക്കറിയാം. അവരുടെയൊക്കെ പ്രവർത്തനത്തെക്കുറിച്ച് ഏകദേശമൊക്കെ നമുക്കറിയാം. പൂർണ്ണമായിട്ട് അറിയാൻ പാടില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ ഇങ്ങനെ സുരേഷ് കുമാർ, അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. അപ്പോൾ ആ ഒരു അദ്ദേഹം പറഞ്ഞ ഒരു രീതിയോട് എനിക്ക് തീർച്ചയായും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അതായത് നാളെ ആരും പ്രൊഡ്യൂസറായിട്ട് ജനിക്കുന്നില്ല, ആരും നടനായിട്ട് ജനിക്കുന്നില്ല. കാലം, സാഹചര്യം ഇതൊക്കെയാണ് അവരെ പ്രൊഡ്യൂസറാക്കാനും നടനാക്കാനും സ്ഥാനങ്ങളിലെത്താനും ഉയർച്ചയിലെത്താനും എല്ലാം സാഹചര്യങ്ങളും ഒക്കെയാണ് അവരെ സഹായിക്കുന്നത്. സത്യം പറയുകയാണെന്നല്ലോ, ഒത്തിരി എക്സ്പീരിയൻസുകളും അതോടൊപ്പം തന്നെ ഒത്തിരി കഷ്ടപ്പാടുകൾ, കടമ്പകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വൻ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ വലിയൊരു നായകനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ക്യാമറമാനോ ആയിത്തീരുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവരുടെ ജീവിതമാർഗമാണ്. ജീവിതമാർഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ജീവിതമാർഗത്തിൻ്റെ ഒരു കോട്ടം തക്കുന്ന രീതിയിൽ ഒരു സംഘടന പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ ഒരു സിനിമാ നടൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം തീർച്ചയായിട്ടും ഈ ഫിലിം ചേംബർ എന്ന് പറയുന്ന സംഘടന, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയാണ് ഫിലിം ചേംബർ. അതിനകത്ത് നിന്ന് കൂട്ടായിട്ട് തീരുമാനം എടുത്തിട്ടാണ് ഒരു തീരുമാനങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇത് വന്നേക്കുന്ന അതിനകത്ത് രണ്ട് വിഭാഗമുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, പ്രതികൂലിക്കുന്ന ഒരു വിഭാഗം. എന്തായാലും ഞാൻ പ്രതികൂലിക്കുന്ന വിഭാഗമാണ്. അതായത് ഇത്തരം ഒരു അഭിപ്രായത്തോട് ഒരു സിനിമ ആസ്വാദകനാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, സിനിമ ആസ്വാദകനാണ്. വർഷങ്ങളായിട്ട് ഒരു 62 വർഷത്തെ സിനിമ കണ്ട് സിനിമയുടെ ചരിത്രം ഒരു സാധാരണ പേഴ്സൺ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇപ്പോൾ 72 വയസ്സുണ്ട്. അപ്പോൾ ഈ മുൻകാലങ്ങളിലുള്ള സിനിമയെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന സിനിമയെക്കുറിച്ചും എല്ലാം ഒരുവിധം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അഭിനയമായാലും സംവിധാനമായാലും അങ്ങനെ അതിൻ്റെ സാങ്കേതികത്വമായാലും എല്ലാം ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഭാഗമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാനൊന്നും ആയിട്ടില്ല. 72-ാം വയസ്സിൽ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഒരു 37 പടത്തോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 4 പടത്തിൽ ഡയലോഗ്സ് അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ഇതായിട്ടില്ല. ഇനിയും നല്ല സംവിധായകർ എന്നെ തേടി വരുമ്പോഴാണ് എന്നിലുള്ള നടനെ പുറത്ത് കാണിക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ശരിക്കും തീയിട്ടിരിക്കുകയാണോ? ശരിയാണോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരസ്പരം തീയിട്ടിരിക്കുകയാണോ? തീയിടുകയാണോ പരസ്പരം? അങ്ങനെ ചിലപ്പോൾ നമുക്ക് തോന്നാം, കൊമ്പ് കോർക്കുകയാണോ? നമുക്ക് അങ്ങനെ തോന്നാം. കാരണം അതായത് ഇതിനു മുമ്പ് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിലെ ഉടമകളും ഡിസ്ട്രിബ്യൂട്ടർമാരും അതുപോലെ പ്രൊഡക്ഷൻ ഈ സിനിമാ നടന്മാരും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു മോശം ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. കാരണം എന്താ, അതിലൂടെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായതായിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ചർച്ച ചെയ്തിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്ത് ഇതിനകത്തുള്ള പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ പ്രതിഫലം കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഫലം കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ പല പടങ്ങളും ഇന്ന് തിയേറ്ററിൽ ഫ്ലോപ്പാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം മറ്റുള്ള ഇൻഡസ്ട്രിയെ പോലെ കണ്ടമാനം പൈസ ഒന്നും കൊടുക്കുന്നില്ല മെയിൻ ആർട്ടിസ്റ്റുകൾക്കൊന്നും. വളരെ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് നല്ല പ്രതിഫലമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം വളരെ കുറഞ്ഞ പ്രതിഫലത്തിലാണ് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുന്നതിലൊന്നുമില്ല. വൻകിട താരങ്ങളൊക്കെ അഭിനയിക്കുന്നത് അവർ 1-2 പടങ്ങളെ ചെയ്യുന്നുള്ളൂ ഒരു വർഷം. ഇപ്പോൾ മമ്മൂക്കയാണെങ്കിലും മോഹൻലാൽ, ലാലേട്ടനാണെങ്കിലൊക്കെ അവർ പടങ്ങൾ വളരെ ചുരുക്കം ചെയ്യുന്നുള്ളൂ, കുറച്ച് പടം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതിന് താഴെയുള്ള ആൾക്കാരുടെ ഇഷ്ടം പോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പടങ്ങൾ പലതും വിജയിക്കുന്നുണ്ട്, പലതും പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാരം അവരുടെ മുകളിൽ കെട്ടിവെക്കാൻ പാടില്ല. അതായത് ലാലേട്ടനെയോ മമ്മൂക്കയുടെ പേരിൽ വലിയ ഭാരങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് അത് പറയാൻ പാടില്ല. കുടുംബ പാരമ്പര്യമില്ലാതെ ഒരിക്കലും വൻകിട താരങ്ങൾ പെട്ടെന്ന് മുളച്ചു വരുന്നില്ല, ശരിയല്ലേ? അതൊരു ശരിയാണ്. സാധാരണക്കാരൻ ശരിക്കും വർഷങ്ങൾക്ക് മുൻപ് ഈ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഇതേപോലെ തന്നെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ആണെങ്കിൽ പോലും ഞാൻ അതിൽ നിന്നകത്ത് വ്യത്യസ്തമായിട്ട് കുറേ ആൾക്കാരുടെ ചരിത്രങ്ങൾ എനിക്കറിയാം. കാരണം ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ തുടങ്ങാം. കോട്ടയം പ്രദീപ്
ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഒരു അറിയപ്പെടുന്ന സിനിമാ താരം ജോജു ജോർജ് 18 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ജോജു ജോർജ് ഞാനൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വലിയ പെരുന്നാളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഇത്രയും പേരൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം, ജയസൂര്യ, പിന്നെ ഉണ്ട് പറയാൻ ഒരുപാട് പേരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന അറിയപ്പെടുന്ന വേഷത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലേ സിനിമ പൂർണ്ണമാവുള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റ് ഈ രംഗത്ത് അവഗണിക്കപ്പെടേണ്ട ഒരു ഭാഗമല്ല. ഇപ്പോൾ എമ്പുരാൻ പോലുള്ള വർക്കിൽ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഞാൻ പോയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരിശ്രമം അവിടെയുണ്ട്. ആ സമയത്ത് അതിൻ്റെ സംവിധായകനായ നമ്മുടെ പൃഥ്വിരാജ് സാറ് അവിടെ കാണിക്കുന്ന ആ സ്കിൽ എന്താണെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹം ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഫ്രെയിമിലുള്ള ആ ഹാളിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലുണ്ട്. ആ സീന് പറ്റാത്ത ഒരു ആളെങ്കിലും, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പം തന്നെ പിടിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഞാൻ കണ്ടത്. അതായത് ഞാൻ ഒരു സംവിധായക നിലയിൽ പൃഥ്വിരാജ് സാറിൽ കണ്ട ഒരു ക്വാളിറ്റി അതാണ്. ഭയങ്കര മാസ്റ്റർ പവറാണ് അദ്ദേഹത്തിന്. സിനിമ എന്ന് പറയുന്ന അങ്ങേരുടെ കണ്ണിലൂടെ, ക്യാമറയുടെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അതിന് പൃഥ്വിരാജ് സാറിനെ എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ കടുവേര സെറ്റിലുണ്ടായ വിഷയം, പിന്നെ ഗുരുവായൂർ അമ്പലനടയിലുണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വേദനകളും ഇതെല്ലാം എനിക്ക് അറിയാം. അത് ലൂസിഫറിൻ്റെ സെറ്റിലേക്ക് ഞാൻ ആളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘടന വഴി ആളെ കൊടുത്തു. അവിടെ ഇന്നും വണ്ടിക്ക് പോലും കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അതൊന്നും അവരുടെ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ പൃഥ്വിരാജ് സാറിൻ്റെയോ അല്ലെങ്കിൽ ആൻ്റണി പെരുമാറിൻ്റെയോ ഒന്നും കുറ്റമായിട്ടല്ല കാണുന്നത്. ഇതിന് വിളിക്കുന്ന കുറേ കോർഡിനേറ്റർമാരുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം അങ്ങനെ സംഭവിച്ചത്. അവർക്കെല്ലാം പ്രതിഫലം കൊടുക്കാനുള്ള കാശ് പോലും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും, ആ പ്രതിഫലമൊന്നും ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൈകളിലേക്ക് എത്താതെ പോയിട്ടുണ്ട്.